നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ചുളിവുകൾ അമിതമായിട്ട് വരുന്നുണ്ടോ? മുടി അമിതമായിട്ട് കൊഴിഞ്ഞു പോവുക, നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക, എല്ലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറവായിട്ടാണുള്ളത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. ഇത് സ്കിന്നിൽ മാത്രമല്ല, ബോൺസുകളിൽ, ഇൻറ്റസ്റ്റൈനിൽ, കുടലുകളുടെ ഇടയിൽ, അതുപോലെ ബ്ലഡ് വെസൽസുകളിലും ഒക്കെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതാണ്. കൊളാജൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീനാണ്. ഇത് നമ്മുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റി നേരെയാക്കാൻ വേണ്ടിയിട്ടും ഒരു കുഷ്യൻ ലൈക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലൂ പോലെ നമുക്ക് ആ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി സഹായകരമാകുന്നത്. ഇത് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ, ചെറിയ പ്രായമാണെങ്കിൽ പോലും നമുക്ക് പ്രായം കൂടുതലായിട്ടുള്ള ഒരു ലുക്ക് നൽകാൻ വേണ്ടി കാരണമാകുന്നതാണ്. ഈ കൊളാജൻ്റെ പ്രൊഡക്ഷൻ നാച്ചുറലായിട്ട് കൂട്ടാൻ സഹായിക്കുന്ന 6 വിറ്റമിൻസുകളെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് നാച്ചുറൽ സോഴ്സ് ആയിട്ടുള്ള ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നതാണ്. ഏതൊക്കെയാണ് ഭക്ഷണം എന്നുള്ളത് മനസ്സിലാക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് കൊളാജൻ പെപ്റ്റൈഡ്സുകളാണ്. കൊളാജൻ പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് കൊളാജൻ്റെ തന്നെ ചെറിയ ചെറിയ പീസുകൾ നമ്മുടെ ശരീരത്തിൽ അത് പെട്ടെന്ന് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കൊളാജൻ പെപ്റ്റൈഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ആമസോണിലും അതുപോലെ ഒരുപാട് മെഡിക്കൽ സ്റ്റോറുകളിലും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് നമ്മുടെ ഇതിൽ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. നമ്മുടെ ശരീരത്തിലേക്ക് കൊളാജൻ പൂർണ്ണമായിട്ടും ആഗിരണം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ഇത് സ്കിന്നിലും ബോൺസിലും ഒക്കെ ചെന്നിട്ട് അവിടെയുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ നമുക്ക് മെച്ചപ്പെടാൻ വേണ്ടി സഹായകരമാകുന്ന ഒരു പ്രോസസ്സാണ്. സൂപ്പുകളിൽ ചേർത്തിട്ടും സാലഡുകളിൽ ചേർത്തിട്ടും ഒക്കെ തന്നെ കഴിക്കുന്നതാണ്. എന്നാൽ നാച്ചുറലായിട്ട് ഈ കൊളാജൻ പെപ്റ്റൈഡ്സ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന്, നമുക്ക് എല്ലിൻ സൂപ്പുകൾ കഴിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. മറ്റൊന്ന്, ചിക്കൻ്റെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ കഴിക്കുന്നതും സ്കിന്നോട് കൂടിയിട്ടുള്ള ഫിഷ് കഴിക്കുന്നതും ഏറ്റവും ഗുണകരമാണ്. മുട്ടയുടെ വെള്ളയിൽ ഏറ്റവും കൂടുതൽ കൊളാജൻ പെപ്റ്റൈഡ്സുകൾ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത് വരുന്ന വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ എ ആണ്. റെറ്റിനോൾ ആണ് വരുന്നത്. ഈ ഒരു പേര് നിങ്ങൾക്ക് വളരെയധികം പരിചിതമായിരിക്കും. കാരണം സ്കിന്നിന് പുറമേ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെറ്റിനോൾ സിറം ഒക്കെ യൂസ് ചെയ്യാറുണ്ടാവും. ഇത് കൊളാജന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വിറ്റമിൻ എ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളത് മുട്ടയുടെ മഞ്ഞയിൽ, ക്യാരറ്റിൽ, മധുരക്കിഴങ്ങിൽ, അതുപോലെ തന്നെ ചീര കഴിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. ബട്ടർ, ചീസ്, കോട്ട് ലിവർ ഓയിൽ മുതലായവയിലൊക്കെ തന്നെ ഈ ഒരു വിറ്റമിൻ എ സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ സി ആണ്. വിറ്റമിൻ സി എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വിറ്റമിൻ ആണ്. ഇതും കൊളാജനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൊളാജൻ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് സിട്രസ് ഫ്രൂട്ട്സിലാണ്. നാരങ്ങ, നെല്ലിക്ക, ക്യാപ്സിക്കം, പേരക്ക മുതലായിട്ടുള്ളവയിലൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുക. ഇനി നാലാമത്തെ വിറ്റമിൻ എന്ന് പറയുന്നത് കോ എൻസൈം ആണ്. ഇത് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, സ്കിന്നിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കോശങ്ങളിലുള്ള ഡാമേജുകളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പലപ്പോഴും മൈഗ്രെയിൻ കണ്ടീഷനിലൊക്കെ തന്നെ CoQ10 എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് നൽകാറുണ്ട്. അപ്പോൾ ഇത് ആ ഒരു രീതികളിൽ കഴിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് നാച്ചുറൽ സോഴ്സ് ആയിട്ട് ലഭിക്കുന്നത് ഒന്ന്, അവക്കാഡോയിൽ സമൃദ്ധമായിട്ട് ഈ ഒരു കോ എൻസൈം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എള്ള് കഴിക്കുന്നത്, സീഡ്സുകളിൽ ഏറ്റവും ഗുണകരം എള്ള് കഴിക്കുന്നത് നല്ലതാണ്. പിസ്ത കഴിക്കുന്നത്, നിലക്കടല നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ഗുണകരമാണ്. അതുപോലെ ബീഫിൻ്റെ ലിവർ കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ്. കോളിഫ്ലവർ, ബ്രോക്കോളി, ചീര മുതലായിട്ടുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുന്നത് ഏറെ ഗുണകരമാണ്. അഞ്ചാമത് വരുന്നത് കോപ്പറാണ്. കോപ്പർ എന്ന് പറയുന്നത് വിറ്റമിൻ സി പോലെ തന്നെ നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഗുണകരമാകുന്നതാണ്. ഈ ഒരു കോപ്പർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സീ ഫുഡുകളിൽ അല്ലെങ്കിൽ ഷെൽ ഫുഡുകളിലാണ് പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഞണ്ട്, അതുപോലെ കക്ക, കൊഞ്ച് മുതലായിട്ടുള്ളവയിലും അതുപോലെ തന്നെ സാൽമൺ ഫിഷുകളിലും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മഷ്റൂംസ് കഴിക്കുന്നതും ഈ കൂണ് കഴിക്കുന്നതും ഏറെ ഗുണകരമാണ്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി അവസാനമായിട്ട് വരുന്നത് സിങ്ക് ആണ്. സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കോശങ്ങളെയൊക്കെ തന്നെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും സ്കിൻ ഇലാസ്റ്റിസിറ്റി നമുക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെയർ ഹെൽത്ത് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. സിങ്ക് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്ന് നര വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അമിതമായിട്ട് കണ്ടുവരുന്നുണ്ട് ചെറിയ പ്രായത്തിലൊക്കെ തന്നെ. അപ്പോൾ അവർക്ക് സിങ്കിൻ്റെ ഒരു കുറവ് മൂലമാണ് ഈ ഒരു പ്രശ്നങ്ങൾ
ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സിങ്ക് കൂട്ടാൻ വേണ്ടി നാച്ചുറലായിട്ട് നമുക്ക് അടങ്ങിയിട്ടുള്ളത് ഒന്ന് നമുക്ക് ഈ ഷെൽ ഫിഷസുകൾ തന്നെയാണ്. കക്ക ഇറച്ചി പോലെയുള്ളവ, കല്ലുമക്കായ പോലെയുള്ളവ, അതുപോലെ നമുക്ക് ഞണ്ടുകൾ കഴിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. കൂടുതൽ സിങ്ക് അടങ്ങിയിട്ടുള്ളത് മത്തൻ്റെ കുരുവിലാണ്. അതുപോലെ തന്നെ കാഷ്യൂനട്ട്, ആൽമണ്ട് മുതലായിട്ടുള്ള നട്ട്സുകളും നമ്മൾ കഴിക്കുന്നത് സിങ്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇവയുടെ കൂടെ തൈര്, മുട്ട മുതലായിട്ടുള്ളവയും ചേർക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഈ പറഞ്ഞിട്ടുള്ളതാണ് പ്രധാനമായിട്ടുള്ള 6 വിറ്റമിൻസുകൾ. എന്നാൽ 7ാമത്തൊരു വിറ്റമിൻ കൂടിയുണ്ട്. അത് നമ്മുടെ ദഹനശക്തിയാണ്. കാരണം ഈ മുൻപ് പറഞ്ഞിട്ടുള്ള എല്ലാ വിറ്റമിൻസുകളും നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായ രീതിയിൽ ദഹിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായ രീതിയിൽ ആ ദഹനം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ശരിയായ രീതിയിൽ കൊളാജൻ പ്രൊഡക്ഷൻ നടക്കുകയും നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള പോഷകങ്ങൾ നമുക്ക് നൽകാൻ സഹായിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ദഹനശക്തി പ്രോപ്പറായിട്ട് നിൽക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് ലൈഫ് സ്റ്റൈലുകളിലാണ്. പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതും മിതമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നത്, ഡിന്നർ കഴിക്കുന്നത് ഒരു 8 മണിക്ക് മുന്നേ ആയിട്ടുള്ള രീതിയിൽ ഡിന്നർ ഫിനിഷ് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാക്കാനും സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്ന ഒരു രീതി. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതും ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള എക്സസൈസുകൾ ചെറിയ രീതിയിലെങ്കിലും ചെയ്തു പോകുന്നതും നമ്മുടെ ഒരു ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടി ഏറ്റവും ഗുണകരമാകുന്ന ഒരു മെത്തേഡാണ്. അതിനൊപ്പം തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതിലൂടെയും നിങ്ങളുടെ സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ആക്കാൻ വേണ്ടി ഏറ്റവും ഗുണകരമാകുന്ന ഒരു വഴിയാണ്. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക. ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അമിതമായിട്ട് നമ്മൾ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അമിതമായിട്ട് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു രീതി. ഇതിനൊപ്പം തന്നെ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം പുകവലിയും മദ്യപാനവുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പുറമെ ഒരു സിറം പുരട്ടുന്നതിലൂടെയോ അല്ലെങ്കിൽ ക്രീം പുരട്ടുന്നതിലൂടെ മാത്രമല്ല നമ്മളെ യുവത്വം നിലനിർത്തുന്നത്. ഉള്ളിൽ നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിറ്റമിൻസുകൾ കഴിക്കുന്നതിലൂടെ മാത്രമാണ് പ്രോപ്പറായിട്ടുള്ള ഒരു യങ് ലുക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.